ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ അസൈൻമെൻറ്റ് ചെയ്ത ഓർമ്മ ഉണ്ടാവും. അതായത് സെയിൽസ് പ്രൊമോഷൻ. ആ സെയിൽസ് പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് വരുന്നൊരു കാര്യമാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരാളാണ് സെയിൽസ്മാൻ എന്നുള്ളത്. നമ്മളൊരു ഷോറൂമിൽ പോകണമെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിലും എവിടെ പോകുന്നതാണെങ്കിലും നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അൺലെസ് ദർ ഈസ് എ റോബോട്ട് നമുക്ക് അവിടെ ഒരു സെയിൽസ്മാനെ കാണാൻ പറ്റും. അതായത് ആ ഷോപ്പിലുള്ളതോ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് യൂണിറ്റിലുള്ളതോ പ്രൊഡക്ട്സിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിൽസ്മാൻ. സെയിൽ ചെയ്യുന്ന ആൾ മേ ബി ജെൻഡർ വൈസ് ഡിഫേഴ്സ്. പക്ഷേ ആ സെയിൽസ്മാൻ എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ ലാബലിങ്ങിൽ പറഞ്ഞിരുന്നു. അതായത് പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ ലാബലിംഗ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ സെയിൽസ്മാൻ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ലാബലിങ്ങിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാനുള്ളൊരു അതിലുണ്ട് എന്നുള്ളതാണ്. എവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രായത്തിലുള്ള കുട്ടിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ലാബലിങ്ങിലുണ്ടാവും. അതായത് നമ്മളതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു ടേമാണ് ലാബലിംഗ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ സെയിൽസ്മാൻ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി തരാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു കാർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊയോട്ടയിൽ വിളിക്കുന്നു. ആ ടൊയോട്ടയിൽ നിന്ന് സെയിൽസ്മാൻ നമ്മളെ വീട്ടിലേക്ക് വരുന്നു. അവർ നമ്മളോട് ആ വാഹനത്തിൻ്റെ ഏതൊക്കെ മോഡൽസ് ഉണ്ട്, ആ മോഡലിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ആ ഓപ്ഷൻസിൽ ഇന്നതൊക്കെയാണ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത്, പിന്നെ അതിന് ഇന്ന ഫീച്ചേഴ്സ് ഉണ്ട്, അതിന് ബാക്കിയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെയിൽസ്മാൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ മൊബൈൽ ഷോപ്പിൽ പോകുന്നതാണെങ്കിൽ ആ മൊബൈൽ ഷോപ്പിൽ പോകുന്ന ആൾ നമ്മുടെ ബഡ്ജറ്റ് ചോദിക്കും. ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് 3-4 ഫോണുകൾ നമുക്ക് കാണിച്ചു തരും. ആ മൊബൈൽ ഫോണിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് നമ്മൾ വാങ്ങും. ചിലപ്പോൾ ആ സെയിൽസ്മാൻ്റെ സ്വഭാവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി വാങ്ങും. നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണെങ്കിൽ ആ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്തും നമുക്ക് ഒരു ഷോറൂം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ബ്രാൻഡഡ്, നിങ്ങളുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ ഷോപ്പിലേക്ക് പോകുന്നു. അവിടുന്ന് നമുക്ക് ആ സെയിൽസ്മാൻ, അവിടെ 1-2 സെയിൽസ്മാൻ ഉണ്ടാവും, നമുക്ക് അവർ കാണിച്ചു തരുന്നു എന്ന പ്രോഡക്റ്റുകളുണ്ട്, എന്നതാണ് നിങ്ങളുടെ സൈസ് എത്രയാണ്, ഇന്ന് ഓഫേഴ്സ് ഇപ്പം നിലവിലുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അല്ല ഇത് കോട്ടൺ ആണ്, ഇത് ലീനനാണ്, നമുക്ക് ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്തൊക്കെയാണോ അറിയേണ്ടത് അതൊക്കെ നമുക്ക് ആ സെയിൽസ്മാൻ നമുക്ക് ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ എ സെയിൽസ്മാൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ റിഗാർഡിങ് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നതാണെങ്കിൽ ആ സെയിൽസ്മാൻ എന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ സെയിൽസ്മാൻ പറയുന്നതിനനുസരിച്ചിട്ടിരിക്കും ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാംസങ്ങിൻ്റെ സെയിൽസ്മാനും ആ സാംസങ്ങിൻ്റെ ഫോൺ ഷോപ്പിൽ പോകുന്ന സമയത്ത് നമുക്ക് ആ സെയിൽസ്മാൻ പറഞ്ഞു തരുന്നത് സാംസങ്ങിൻ്റെ ഫോൺ ഇപ്പോൾ അത്ര പോരാ, പിന്നെ നമ്മൾ പലപ്പോഴും റെക്ടിഫൈ ചെയ്യാനൊക്കെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയുന്നതാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് നിങ്ങൾ ഇവിടുത്തെ സെയിൽസ്മാൻ തന്നെയല്ലേ എന്നുള്ള ചോദിച്ചു പോകും. അതായത് ഒരു കമ്പനിയുടെ പ്രൊമോഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മൾ പോയിട്ട് വാങ്ങുന്ന സമയത്ത് ഡയറക്റ്റ് സെയിൽസിനാണ് സെയിൽസ്മാൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഡയറക്റ്റ് സെയിൽസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണെന്ത്, സെയിൽസ്മാൻ എന്നുള്ളത്. അപ്പോൾ ഒരു സെയിൽസ്മാൻ ആദ്യമായിട്ട് വേണ്ടത് ഫിസിക്കൽ ട്രീറ്റ്സ്, കാണാനുള്ള ഹി മസ്റ്റ് ബി ഹെൽത്തി, ബ്രെഡ്ത്ത്, പോസ്ചർ, സ്പീച്ച് ആൻഡ് അപ്പിയറൻസ്. ഹെൽത്തി എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പല പ്രൊഡക്റ്റുകളും വിൽക്കുന്ന ആൾക്കാർ നമ്മൾ കാണാറുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് ബുക്കുകൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് പാത്രങ്ങൾ വിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹോം മെയ്ഡ് പ്രോഡക്ട്സ് നമ്മൾ വീട്ടിലേക്ക് വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ലക്ഷറി കാർ വരെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ആ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി തരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓരോ ആൾക്കാരും
സെയിൽസ്മാനാണ്. ഓരോ ആൾക്കാരും സെയിൽസ്മാനാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡ് അച്ചാർ കാര്യങ്ങളൊക്കെ കൊണ്ടുത്തരുന്ന ആൾക്കാർ അവരുടെ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് അവർ ചിലപ്പോൾ ഒരു സാരിയൊക്കെ ഇട്ടിട്ട് ഒരു ബാഗിൽ സാധനമായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. പിന്നെ വേറെ അവരെ നമുക്ക് സെയിൽസ്മാൻ എന്ന് വിളിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഡസ് മോട്ടോഴ്സിന് അല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ഷോറൂമിൽ നിന്ന് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെയിൽസ്മാൻ വരുന്നു. ഒരു ഫോമൽ ഷർട്ട്, ഫോമൽ പാൻറ്റ്, ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മൾ വന്ന് കണ്ട് സംസാരിച്ച് അവർ പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഷോറൂമിൽ നിന്നുള്ള സെയിൽസ്മാൻ നമ്മളെ കാണാൻ വരുന്നു. ആ സെയിൽസ്മാൻ വരുന്ന സമയത്ത് അവരുടെ പോസ്റ്റർ കാര്യങ്ങൾ എന്തായിരിക്കും? വിൽ ബി വെയറിങ് എ സ്യൂട്ട് ആൻഡ് ഓൾ. ആ സ്യൂട്ടും ഫോമൽ സ്യൂട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അവർ വരുന്നത്. അതായത് ഓരോ സെയിൽസ്മാൻ്റെയും അപ്പിയറൻസ് തന്നെ എന്താണ്? ഇറ്റ് ഡിഫേഴ്സ്. ഓരോരുത്തരുടെയും സെയിൽസ്മാൻ്റെ ആ അപ്പിയറൻസ്, ആ പോസ്റ്റർ, ആ ഫിസിക്കൽ അപ്പിയറൻസ് എന്ത് ചെയ്യും? വ്യത്യാസം വരും. അതേപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ റിക്രൂട്ട് ചെയ്യുന്ന നിങ്ങളാണല്ലോ, അത്രയും ഗ്രൂംഡായ ആൾക്കാരെ മാത്രമേ അവർ റിക്രൂട്ട് ചെയ്യൂ. അത് അവർക്ക് വേണ്ടത് എന്താണ്? അത്രയും പ്ലീസിങ് പേഴ്സണാലിറ്റി, ആൾക്കാരുടെ അട്രാക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് പോയി, ഇപ്പോൾ കല്യാണമൊക്കെ പോലെയുള്ള ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആൾക്കാർ വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള സെയിൽസ് പേഴ്സണെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ കൂടെ തന്നെ ഓരോ പ്രോഡക്റ്റുകളും കാര്യങ്ങളും പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് സെയിൽസ്മാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അൺടിൽ ബില്ലിങ്. ആ ബില്ലിങ് എത്തുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ എന്താണ് പ്രോഡക്റ്റ്, ഏതൊക്കെയാണ് പ്രോഡക്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ ട്രീറ്റ്സ്, കാണാനുള്ള കാര്യങ്ങൾ, ഒന്ന് ഹെൽത്ത് ആവാം, അതായത് അവരുടെ നിൽപ്പാണെങ്കിലും അവരുടെ ആ പോസ്റ്റർ, അവരുടെ എത്രത്തോളം ആ ഷേപ്പ് കാര്യങ്ങൾ ഇങ്ങനത്തൊക്കെ വരുന്നത്, അവരുടെ സ്പീച്ച് ആൻഡ് അപ്പിയറൻസ്, അവരുടെ സംസാരം ആൻഡ് അപ്പിയറൻസ് ഓഫ് കോഴ്സ്. അതായത് ഈ കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ട്രേറ്റ്സിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ മെൻ്റൽ ട്രേറ്റ്സ്. ഒരു കാര്യം നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടണം. ആൻഡ് ഹി മസ്റ്റ് ബി അലേർട്ട് ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂപ്പരുടെ ചിന്ത വേറൊരു സ്ഥലത്തേക്ക് ആവാൻ പാടില്ല. ഹി മസ്റ്റ് ബി അലേർട്ട്. നമ്മളെന്താണോ ചോദിക്കുന്നതെന്ന്, നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ എന്താണോ, ഒരു കസ്റ്റമർക്ക് എന്താണോ ഇൻഫർമേഷൻ കിട്ടേണ്ടത്, ആ ഇൻഫർമേഷനൊക്കെ കൊടുക്കാൻ ഹി മസ്റ്റ് ബി അലേർട്ട് ടു ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദ കസ്റ്റമർ. ആൻഡ് ഇമാജിനേഷൻ, ഒരു കസ്റ്റമർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ ആസ് എ സെയിൽസ്മാൻ ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ പേഴ്സൺ എങ്ങനെയാണ്, മൂപ്പരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, മൂപ്പര് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ ഓക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടാവണം. അല്ലാതെ ഒരു 10 lakh ബഡ്ജറ്റിൽ വാഹനം വാങ്ങിക്കാൻ പോകുന്ന ഒരാളടുത്ത് ഒരാൾ പോലും 50 lakhൻ്റെ കാറിനെ പറ്റിയിട്ട് ഇമാജിൻ ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. അതായത് അയാളുടെ ബഡ്ജറ്റ് അത്രയാണ്, അയാളുടെ ഉദ്ദേശം അത്രയാണ്, അതിനനുസരിച്ചിട്ട് എന്താണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, നമ്മൾ പ്രോഡക്റ്റ് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുക്കുക എന്നല്ലാതെ, അതായത് ആ കസ്റ്റമറിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ഇമാജിനേഷൻ നമുക്കുണ്ടായിരിക്കണം. ആൻഡ് ഹി മസ്റ്റ് ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. കസ്റ്റമർ ഇങ്ങോട്ട് വരട്ടെ, ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താം എന്നല്ല. ഒരു കസ്റ്റമർ കിട്ടുന്ന സമയത്ത്, ഒരു കസ്റ്റമർ അതിലെങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറെ തേടി പിടിച്ചിട്ട് നമ്മൾ കസ്റ്റമർ ആക്കുന്നതാണ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എത്രത്തോളം ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ആ സെയിൽസ്മാൻ സക്സസ് ആണ് എന്നാണ് പറയാറുള്ളത്. ഒരാൾ എത്രത്തോളം ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, അയാളുടെ പ്രോഡക്റ്റിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അത്രത്തോളം ആ പ്രോഡക്റ്റും ആ സെയിൽസ്മാനും സക്സസ് ആവും. ആൻഡ് ഒബ്സർവേഷൻ ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എത്രത്തോളം കോൺഫിഡൻസോടെ സംസാരിക്കുന്നു. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന, ആസ് എ കസ്റ്റമർ നമുക്ക് പലപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണത്. അതായത് നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും കൃത്യമായിട്ടുള്ള മറുപടി തരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, കോൺഫിഡൻസോട് കൂടി മറുപടി തരാൻ പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ പലപ്പോഴും ആ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാറുണ്ട്. ധൈര്യമായിട്ട് എടുത്തോ അല്ല ധൈര്യമായിട്ട് വാങ്ങിക്കോ എന്നൊക്കെ നമുക്കും കൂടെ ഒരു കോൺഫിഡൻസ് തരുന്ന സെയിൽസ്മാനെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ആൻഡ് ദ നെക്സ്റ്റ് വൺ സോഷ്യൽ ട്രേറ്റ്സ്. എബിലിറ്റി ടു മീറ്റ് ദ പബ്ലിക്. ഫോർ എക്സാമ്പിൾ, ആൾക്കാരെ പബ്ലിക്കിനെ മീറ്റ് ചെയ്യാൻ, ഇപ്പം ആസ് എ സെയിൽസ്മാൻ
ഞാനിപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ഞാൻ ഇന്ന് കണ്ട ആൾക്കാരെ ആയിരിക്കില്ല നാളെ കാണേണ്ടത്. എൻ്റെ പോസ്റ്റിങ്, എൻ്റെ ജോബിൻ്റെ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് കസ്റ്റമേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് എ ഹ്യൂജ് പബ്ലിക്. അതായത് ആരെയും ഞാൻ മീറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലെ സെയിൽസ്മാൻ ആണെങ്കിൽ ഞാൻ ഇന്ന് വന്ന കസ്റ്റമർ ചിലപ്പോൾ നാളെ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം തന്നെ വരണം എന്നില്ല. നാളെ വരുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ അടുത്ത കസ്റ്റമർ തന്നെ വേറൊരാളായിരിക്കും. പബ്ലിക്കാണ്. അതായത് പബ്ലിക്കിനെ സെർവ് ചെയ്യുന്ന പോലെ തന്നെയാണ് ആർക്കും ആ ഷോപ്പിലേക്ക് വരാം. ഇന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഷോപ്പിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള ലിമിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹി മസ്റ്റ് ബി ഏബിൾ ടു മീറ്റ് ദി പബ്ലിക്. ആൻഡ് പൊലൈറ്റ്നെസ് ആൻഡ് ജനറോസിറ്റി. മീൻസ് പൊലൈറ്റ് ആയിരിക്കണം. ഹാർഷായിട്ട് സംസാരിക്കുന്ന സെയിൽസ്മാൻ നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാറുള്ളതാണ്. ആഫ്റ്റർ സെയിൽസിൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ആഫ്റ്റർ സെയിൽസായിട്ട് നമുക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ ആഫ്റ്റർ സെയിൽസിൽ പൊലൈറ്റ് അല്ലാത്ത സംസാരങ്ങളോ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് വരാറുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹാർഷായിട്ട് സംസാരിക്കുന്ന പലപ്പോഴും നമുക്ക് വന്നിട്ടുണ്ടാവും അങ്ങനത്തെ എക്സ്പീരിയൻസുകളോട്. പക്ഷേ ആസ് എ സെയിൽസ്മാൻ ഹി മസ്റ്റ് ബി പൊലൈറ്റ് ആൻഡ് ഹി മസ്റ്റ് ബി ജനറസ് ആൻഡ് ഹി മസ്റ്റ് ബി കോഓപ്പറേറ്റീവ് ടു ദ കസ്റ്റമറിന് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തു കൊടുക്കണം. ഹി മസ്റ്റ് ബി കോഓപ്പറേറ്റീവ്. ആൻഡ് ക്യാരക്ടർ ട്രേറ്റ്സ്, ഹി മസ്റ്റ് ബി ഹോണസ്റ്റ്, ഹി മസ്റ്റ് ബി റിലയബിൾ, ഹി മസ്റ്റ് ഹാവ് എൻതൂസിയാസം ആൻഡ് പെർസിസ്റ്റൻസ്. അതായത് ക്യാരക്ടർ വൈസ് മൂപ്പരുടെ സ്വഭാവത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്ത് ചെയ്യാം, പിന്നെ നല്ലൊരു സെയിൽസ്മാനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഹീസ് ബി ഹോണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധനായിരിക്കണം, നുണ പറയരുത്. ഓഫ് കോഴ്സ് ടു ദ കസ്റ്റമർ. ഒരിക്കലും ഒരു കസ്റ്റമറിനോട് നമുക്ക് ആസ് എ സെയിൽസ്മാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആസ് എ കസ്റ്റമർ ഓൾസോ വി ഡോണ്ട് എക്സ്പെക്റ്റ്. ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വരുന്ന ആൾ നമ്മളോട് നുണ പറയുക എന്നുള്ളത്, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നുണ പറയുക എന്നുള്ളത്. ആൻഡ് ഹി മസ്റ്റ് ബി റിലയബിൾ. നമ്മളടുത്ത് ഇപ്പോൾ പലപ്പോഴും പല പ്രോഡക്റ്റിൻ്റെയും എ കോപ്പി, A കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രോഡക്റ്റുകളും നമ്മളടുത്ത് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 1/4 പ്രൈസ് ടാഗ് ഒക്കെ കിട്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് ഒറിജിനലാണ്, യൂസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഹി മസ്റ്റ് ബി റിലയബിൾ. ഒരു സെയിൽസ്മാൻ എന്തായിരിക്കണം, എപ്പോഴും റിലയബിൾ ആയിരിക്കണം. ആൻഡ് ഹി മസ്റ്റ് ബി എൻതൂസിയാസ്റ്റിക്. പുതിയ കാര്യങ്ങൾ അറിയാനും ഒരു പുതിയത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മൂപ്പർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആൻഡ് സാധാരണ ഒരു സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹി മസ്റ്റ് ഓർഗനൈസ് സെയിൽസ് പ്രോഗ്രാംസ്. ഇപ്പോൾ പലപ്പോഴും പല പ്രോഗ്രാംസും നമ്മൾ കാണാറുണ്ടാവും. ടെക്സ്റ്റൈൽ ഷോറൂമിൽ അല്ലെങ്കിൽ ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് ഓരോ മന്തിലും 2-3 പ്രോഗ്രാംസ് അവർ വെച്ചുകൊണ്ടിരിക്കും. ഓണത്തിൻ്റെ സമയത്ത് ഓണത്തിൻ്റെ ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതാണ്. ഈദിൻ്റെ സമയത്ത് ഈദിനേക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോ സമയത്തും അതിനനുസരിച്ചുള്ള ഡെക്കറേഷൻസ് കാര്യങ്ങൾ ഇങ്ങനത്തൊക്കെ അവർ ചെയ്യുന്നതാണ്. ആൻഡ് ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷനാണ്, ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതിനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ചെയ്യണം. സെയിൽസ് ഫോഴ്സ് മാനേജ്മെൻറ്റ്. ആസ് എ സെയിൽസ് മാനേജർ ആണെങ്കിൽ എത്രത്തോളം സെയിൽസ് ഫോഴ്സ് ഉണ്ടോ, സെയിൽസിലുള്ള എത്ര ആൾക്കാരുണ്ട്, അതിൽ ജെൻസ് എത്ര ഉണ്ട്, ലേഡീസ് എത്ര ഉണ്ട്, കുറച്ച് എൽഡറായിട്ടുള്ള ആൾക്കാർ, യങ്ങറായിട്ടുള്ള ആൾക്കാർ, ന്യൂ കമേഴ്സ് എത്ര ഉണ്ട്, ന്യൂ റിക്രൂട്ടേഴ്സ് എത്ര ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇവരൊന്നിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഒരു സെയിൽസ് മാനേജറുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ മീൻസ് എൻ്റെ ഉള്ളിൽ ആസ് എ മാനേജർ ഓർ ആസ് എ സെയിൽസ്മാൻ എൻ്റെ ഉള്ളിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ മാനേജ് ചെയ്യാനുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മാനേജ്മെൻറ്റും ആൻഡ് എക്സ്റ്റേർണൽ മാനേജ്മെൻറ്റ്, പുറത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലുള്ള മാനേജ്മെൻറ്റ്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ആൾക്കാരുമായിട്ടുള്ള എത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ആർക്കൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്നുള്ളത്.
ഫ്രം ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ദ ബോട്ടം ലെവൽ. അത് ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയറി. മേലെ നിന്നുള്ള ഓർഡേഴ്സ് മാനേജേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഓർഡേഴ്സ് സെയിൽസ്മാൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള സെയിൽസ് ഫോഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ തിരിച്ച് സെയിൽസ് ഫോഴ്സിനുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് കമ്മ്യൂണിക്കേഷൻ ആക്ട് ആസ് എ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ഹി മസ്റ്റ് ബി കൺട്രോൾഡ്. സ്റ്റാഫിൻ്റെ സെയിൽസ് ഫോഴ്സിലുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നിലനിർത്താനും കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ നോക്കുന്നതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ്